ഹലോ ഹായ്, എൻ്റെ പേര് ജോൺ ജോ. സ്കൂൾ കാലഘട്ടം മുതലേ ഞാൻ എൻ്റെ പഠന മേഖലയിൽ വളരെ കൺസിസ്റ്റൻ്റ് ആയ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരാളാണ്. അതായത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും 1ാം ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക്, 2ാം ക്ലാസ്സിൽ സെക്കൻഡ് റാങ്ക്, 3ാം ക്ലാസ്സിൽ വീണ്ടും ഫസ്റ്റ് റാങ്ക്, അങ്ങനെയില്ല. എൻ്റെ പഠനത്തിൻ്റെ ഒരു ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ അതൊരു സ്ട്രെയിറ്റ് ലൈനാണ്. ഇപ്പോൾ ഞാൻ തന്നെ എൻ്റെ ക്ലാസ്സിൽ കുറേ പിള്ളേരെ കണ്ടിട്ടുണ്ട്. അവരുടെ വീട്ടുകാർ അവരെ പ്രലോഭിക്കും, മോനെ ഈ പ്രാവശ്യം മാത്സിന് ഫസ്റ്റ് മേടിച്ചാൽ വീഡിയോ ഗെയിം മേടിച്ചു തരാം, ക്ലാസ്സിൽ ഫസ്റ്റ് മേടിച്ച് കഴിഞ്ഞാൽ സൈക്കിൾ മേടിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട്. എൻ്റെ അമ്മ അങ്ങനെ ഒരിക്കലും ചെയ്യാറില്ല. എല്ലാ പേപ്പറും കിട്ടി കഴിയുമ്പോൾ അമ്മയും മാർക്ക് ലിസ്റ്റ് നോക്കും. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കും, മോനെ 2 പശുവിനെ മേടിച്ചേരട്ടെ, നമുക്ക് ഈ പരിപാടി നിർത്തിയാലോ എന്ന്. നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങൾ ഇങ്ങനെ മാറുന്ന എനിക്ക് അറിയില്ലായിരുന്നു. അല്ലെങ്കിൽ അന്നേ ഞാൻ ആ പശുവിനെ മേടിച്ചേനെ. കേരളത്തിലുള്ള നമ്മുടെ മാറി വരുന്ന സർക്കാരുകളും നമ്മുടെ കേരളത്തിലെ അമ്മമാരും ഒരുപോലെയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഒരു വലിയ ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പാണ് പിറ്റേ ദിവസം തന്നെ ഈ ദുരന്തമായി വലിയ ബന്ധമില്ലാത്ത എന്തെങ്കിലും ഒരു സാധനം നിരോധിക്കുന്നുള്ളത്. അമിത വേഗത്തിൽ പോകുന്ന ഒരു കാർ ഇടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ MVD വന്നിട്ട് പറയും, അപകട കാരണം വണ്ടിയിൽ ഒട്ടിച്ച മിക്കി മൗസിന്റെ സ്റ്റിക്കറാണ്, നാളെ തുടങ്ങി സ്റ്റിക്കറുകൾ നിരോധിച്ചിരിക്കുന്നു എന്ന്. ഇതുപോലെ തന്നെയാണ് എൻ്റെ അമ്മയും. ഞാൻ ഒരു പരീക്ഷയ്ക്ക് തോറ്റു കഴിഞ്ഞാൽ അമ്മ പറയും, പരാജയത്തിന്റെ കാരണം 4 മണിക്ക് പാടത്ത് പോയിട്ടുള്ള ക്രിക്കറ്റ് കളിയാണ്, അതുകൊണ്ട് ക്രിക്കറ്റ് കളി നിരോധിച്ചിരിക്കുന്നു എന്ന്. എൻ്റെ അമ്മയുടെയൊക്കെ അധികാര പരിധിയിലായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ടീം എന്നുണ്ടായിരുന്നെങ്കിൽ പണ്ടേ നമ്മുടെ നാട്ടിൽ ക്രിക്കറ്റ് നിരോധിച്ചേനെ. അപ്പം ഞാൻ വിചാരിക്കും, അമ്മേനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തേക്കാം, ഇന്ന് പരാജയപ്പെട്ടവർ നാളെ വലിയ വിജയങ്ങൾ നേടിയിട്ടുള്ളവരാണെന്ന് അമ്മേനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയേക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ അമ്മയുടെ എന്നിട്ട് പറയും, അമ്മേ സച്ചിൻ 10ാം ക്ലാസ് തോറ്റതാണ്. അമ്മ അപ്പം തന്നെ പറയും, എങ്ങനെ തോക്കാണ്ടിരിക്കും, ക്രിക്കറ്റ് കളിച്ച് നടക്കല്ലേ. ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ എൻ്റെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ BTech കഴിഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത്. ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരാണ്, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, IIT മദ്രാസ്. ഞാനും കേട്ടിട്ട് തന്നെയുള്ളൂ, സത്യത്തിൽ കണ്ടിട്ട് പോലുമില്ല. ഇപ്പം മിനിമം ഒരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെങ്കിലും പഠിക്കണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ എനിക്ക് കിട്ടിയ റാങ്കിനെ ഒരു 1000 കൊണ്ട് ഹരിച്ചാൽ പോലും എനിക്കൊരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ സീറ്റ് കിട്ടില്ലായിരുന്നു. ഇത് ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചതെന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, നീ എങ്ങനെയാണ് നിന്റെ വീട്ടുകാരുടെ നിർബന്ധം കൊണ്ടുപോയി പഠിച്ചതാണെന്ന്. ഒരിക്കലും അല്ല, എൻ്റെ വിധി, എൻ്റെ തീരുമാനങ്ങളായിരുന്നു. 2006 +2 പഠിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ അപ്പൻ്റെ അടുത്തും അമ്മയടുത്തും ചെന്ന് പറയുന്നത്, ഞാൻ കേരള എൻട്രൻസ് എഴുതാൻ പോകാന്ന് പറയുന്നത്. ഞാൻ 2006 പറഞ്ഞ ഏറ്റവും ബെസ്റ്റ് തമാശ അതായിരുന്നു. ഇവർ വയറ് പൊത്തി പിടിച്ചായിരുന്നു ചിരിച്ചുകൊണ്ടിരുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അമ്മ ഞാൻ +2 പാസ്സാവണമെങ്കിൽ വേളാങ്കണ്ണി കണ്ട് തലമുട്ടയടിക്കാൻ നേർന്നിരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ഈ എഞ്ചിനീയറിംഗ് സ്വപ്നം അമ്മയുടെ അടുത്ത് പറയുന്നത്. എന്തായാലും കുറേ നേരത്തെ ചിരിയും പരിഹാസത്തിന് ശേഷം ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞു, നിൻ്റെ ഒരു ആഗ്രഹമല്ലേ, പോയി ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ സംഭവം എൻ്റെ പഠിപ്പിലോ അറിവിലോ കഴിവിലോ ഒന്നും എനിക്കൊരു വിശ്വാസമില്ലെങ്കിലും എനിക്ക് എൻ്റെ ഭാഗ്യത്തിൽ നല്ല വിശ്വാസമായിരുന്നു. ഈ സാധനം കറക്കി കുത്തിയേ കിട്ടുമെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ കറക്കി കുത്തി, ഇതെനിക്ക് കിട്ടി. ആ കൊല്ലം കേരള എൻട്രൻസിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയതിനേക്കാളും അഹങ്കാരത്തോടു കൂടി ഞാൻ എൻ്റെ അപ്പൻ്റെ അടുത്ത് നെഞ്ചുരിച്ച് എന്നിട്ട് പറഞ്ഞു, ഞാൻ കേരള എൻട്രൻസ് ക്ലിയർ ചെയ്തു എന്ന്. അപ്പൻ അത്ഭുതം, അമ്മയ്ക്ക് അത്ഭുതം, ചേട്ടൻ അത്ഭുതം. അപ്പൻ എൻ്റെ അടുത്ത് വെച്ച്, നിന്റെ റാങ്ക് എത്രയാന്ന്. ഞാൻ എൻ്റെ റാങ്ക് പറഞ്ഞു. വീട്ടിൽ എന്തൊരു നല്ല വിശേഷം ഉണ്ടായാലും അപ്പൻ അപ്പോൾ വല്യപ്പനെ വിളിച്ചു പറയേണ്ട ഒരു സ്വഭാവമുണ്ട്. അപ്പൻ അപ്പോൾ ഫോൺ എടുത്തു, ഡയൽ ചെയ്തു, അപ്പം തന്നെ റിസീവർ താഴെ വെച്ചു. ഞാൻ ചോദിച്ചു, ആരെ വിളിച്ചത്, വല്യപ്പനാണോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, അല്ല, നിന്റെ റാങ്കിന്റെ മുന്നിൽ ഞാൻ 2 ചേർത്ത് ഡയൽ ചെയ്ത് നോക്കിയത്, റിംഗ് ഉണ്ട്. അപ്പോൾ ഇനി എന്താണ് നിന്റെ ഭാവി പരിപാടി, ഇന്ദുചൂടന്റെ ഭാവി പരിപാടി എന്ന് അപ്പൻ ചോദിച്ചു. അപ്പം പറഞ്ഞു, കേരള എൻട്രൻസ് ക്ലിയർ ചെയ്താൽ എനിക്ക് വേറെ എന്ത് ഭാവി പരിപാടി, ഞാൻ എഞ്ചിനീയറിംഗിന് പോകാന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, പൊന്നു മോനെ, അടുത്തൊരു 5 വർഷത്തേക്ക് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ആളെടുത്താൽ പോലും നിനക്കൊരു സീറ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കഴിവിലോ ബുദ്ധിയിലോ അറിവിലോ എനിക്ക് വിശ്വാസമില്ലെങ്കിലും എനിക്ക് എൻ്റെ ഭാഗ്യത്തിൽ നല്ല വിശ്വാസമായിരുന്നു. ആ കൊല്ലം കേരളത്തിൽ സ്വാശ്രയ കോളേജിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും എനിക്ക് കേരളത്തിൽ തന്നെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ സീറ്റ് കിട്ടുകയും ചെയ്തു. ഒരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെങ്കിലും സീറ്റ് കിട്ടണമെന്ന് ആഗ്രഹിച്ച എനിക്ക് സീറ്റ് കിട്ടിയ കോളേജിൻ്റെ പേര് ചെറുപുഷ്പം ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആയിരുന്നു. ഇതല്ല ശരിക്കും എൻ്റെ കോളേജിൻ്റെ പേര്. ഈ ചെറുപുഷ്പം ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിനും ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിനും തമ്മിലുള്ള ഒരു സാമ്യം എന്ന് പറയുന്നത്, ഈ 2 കോളേജുകളും പണിയാനുള്ള മൂലധനം വന്നിട്ടുള്ളത് ഒരൊറ്റ സ്ഥലത്തു നിന്നാണ്. സ്പിരിച്വൽ മണി, വേറെ ഒന്നല്ല, സ്പിരിറ്റ് വിറ്റ കാശ്. ഞങ്ങളുടെ ഈ കോളേജിന്റെ ചെയർമാന് 3 ഷാപ്പ്, 2 ബാർ, പിന്നെ ഉള്ളത് ഈ ഒരു എഞ്ചിനീയറിംഗ് കോളേജാണ്. നമ്മുടെ കേരള സർക്കാരിന്റെ സ്ഥിതിയിലും വലിയ വ്യത്യാസമൊന്നുമില്ല. ലാഭത്തിലോടുന്ന ഒരേ ഒരു വ്യവസായം കള്ളുകച്ചവടമാണ്. ഇത് ഈ പരിപാടി കാണുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു പുതിയ ഇൻഫർമേഷൻ ആണെങ്കിൽ, നാളെ മേലാക്ക ഒരാൾ അടിച്ച് ഫിറ്റായി ചാലി കിടക്കണ കാണുമ്പോൾ ആളെ നോക്കി നെറ്റി ചുളിക്കുകയോ തെറി വിളിക്കുകയോ ചെയ്യരുത്. കാരണം രാഷ്ട്ര പുനർനിർമ്മാണത്തിന് വേണ്ടി 300% ടാക്സ് അടച്ചിട്ടാണ് ആ മനുഷ്യൻ അവിടെ കിടക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ HOD ബഹുമാനിച്ചില്ലെങ്കിലും അദ്ദേഹത്തെ ബഹുമാനിക്കണം. ഇനി അഥവാ കിടക്കുന്നത് നിങ്ങളുടെ HOD തന്നെയാണെങ്കിൽ ആളോട് കുറച്ചും കൂടിയൊക്കെ ബഹുമാനാവാം. നിങ്ങളുടെ വീട്ടുകാരെക്കാളും സ്നേഹമുള്ള ഒരു മനുഷ്യനാണ് കിടക്കുന്നത്. സംഭവം ചെറുപുഷ്പം ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ബ്രോഷറിലൊരു 7 നിലയും ടെന്നീസ് കോർട്ടും സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ചെന്ന് കാണുമ്പോൾ 2ാമത്തെ നിലയുടെ വാർക്കക്കമ്പ് ഇങ്ങനെ തള്ളി നിൽക്കുകയാണ്. അന്ന് ഞാൻ കൊടുത്ത കോഷൻ ഡെപ്പോസിറ്റ് എടുത്തിട്ടാണ് ബംഗാളിക്ക് ചെയർമാൻ കൂലി തന്നെ കൊടുത്തത്. ചെറുപുഷ്പം ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിൽ എൻ്റെ പഠനം ആരംഭിച്ചു. മെക്കാനിക്കലും മെക്കാനിക്സും 2 വിഷയമാണെന്ന് മനസ്സിലാക്കാൻ തന്നെ ഞാൻ 1 വർഷം എടുത്തു.
അത്തരത്തിലുള്ള എനിക്ക് ഒരു ബിടെക് പഠനം വളരെ കഷ്ടപ്പെട്ടതായിരുന്നു. എന്തായാലും ബിടെക് പണ്ടൊക്കെ ഈ ഉരു കയറി ദുബായിക്ക് പോയിട്ട് ചിലർ കാശുണ്ടാക്കി തിരിച്ചു വരുമ്പോൾ നാട്ടിലുള്ളവർ പറയും കുറച്ചു കാലം കഷ്ടപ്പെട്ടാലെന്താ, അവൻ ഒരു 10 തലമുറയ്ക്ക് ഇരുന്ന് തിന്നാനുള്ള സമ്പാദിച്ചിട്ടല്ലേ വന്നേന്നുള്ളത്. ഞാൻ ഈ 4 കൊല്ലത്തെ എൻ്റെ എഞ്ചിനീയറിംഗ് പഠനം കഴിഞ്ഞ് തിരിച്ചു വന്നത് ഒരു 5 തലമുറയ്ക്ക് ഇരുന്ന് എഴുതാനുള്ള സപ്ലിയും കൊണ്ടായിരുന്നു. എന്തായാലും ഈ സപ്ലി കിട്ടിയ മാർക്ക് ലിസ്റ്റ് ഞാൻ എൻ്റെ അമ്മയെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. അമ്മയും മാർക്ക് ലിസ്റ്റിലേക്ക് നോക്കി. എന്നിട്ട് ആ പഴയ ക്രിക്കറ്റ് ബാറ്റ് എടുത്ത് എൻ്റെ കയ്യിൽ എന്നിട്ട് പറഞ്ഞു, സച്ചിനെങ്കിൽ സച്ചിൻ, നമുക്ക് അത്രേ വിധിച്ചിട്ടുള്ളൂ, നീ പോയി കളിച്ചോളാൻ.